ഒരു അടുത്തിടെയായിട്ട് നമ്മുടെ മന്തിക്കടയില്ലേ അത് ഒരുപാട് അങ്ങ് കൂടിയതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം എന്താ, ആൾക്കാർക്ക് മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ ചിക്കൻ മന്തി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. 45 മിനിറ്റ് എടുക്കത്തുള്ളൂ. അതിന് കൂടി പോകുകയാണെങ്കിൽ 1 മണിക്കൂർ. അതിലെന്താണേലും കൂടാൻ പോകുന്നില്ല. പിന്നെ വെറുതെ എന്തിനാ മക്കളെ പുറത്തുകൊണ്ടുപോയി കാശ് കളയുന്നത്, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. മന്തി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് സെല്ല ബസ്മതി റൈസാണ്. അതൊരു 80% വേവിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുക്കണം. അതിനകത്തേക്ക് നമ്മൾ ഈ ചിക്കൻ എല്ലാം അത്യാവശ്യം വലുപ്പമുള്ള രീതിയിൽ തന്നെ കട്ട് ചെയ്തത് കേട്ടോ. ഒരു കിലോ ചിക്കൻ ഉണ്ട്. അതേപോലെ ഈ ചിക്കൻ ഞാൻ ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ട് കുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം എളുപ്പം നമ്മുടെ മസാലയൊക്കെ അതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1 ക്യാപ്സിക്കം ഫുള്ള് ചെറുതായി അരിഞ്ഞത്, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മുടെ മാഗി ക്യൂബ് 2 ഒരു കുഴിഞ്ഞ തവി എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 3 തവി സൺഫ്ലവർ ഓയിലും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ വീഡിയോ എടുക്കല്ലേ, ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ച് കളറും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ മറന്നുപോയി പറയാൻ, നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഏലക്കയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ നമ്മുടെ ഉണക്ക നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെന്താ, ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് അങ്ങ് ഇളക്കി അങ്ങ് കൊടുക്കണം. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇത് 1 സൈഡ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് അടുത്ത സൈഡ് തിരിച്ചിട്ടിട്ട് ആ ഹൈ ഫ്ലെയിമിൽ തന്നെ അടുത്ത 5 മിനിറ്റും കൂടെ ഇത് കുക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് തീ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ചിട്ടിട്ട് നമുക്ക് ഒരു 10 മിനിറ്റോളം നമുക്ക് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കാം. ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇടുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഒരു മസാലയുടെ എല്ലാ ഫ്ലേവറും ഈ ചിക്കനകത്തേക്ക് പിടിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ 2 സൈഡ് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. ഇനി 15 മിനിറ്റ് കഴിഞ്ഞ് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എണ്ണ ഉണ്ടല്ലോ, അത് കുറച്ച് നമുക്കിങ്ങ് മാറ്റിയെടുത്ത് വെക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ഇതിനകത്തേക്ക് നമ്മുടെ വേവിച്ച് വെച്ച 80% വേവിച്ച് വെച്ചേക്കുന്ന റൈസ് 1 ലെയർ നമുക്ക് ആദ്യമേ ഇട്ട് കൊടുക്കാം. 1 ലെയർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ മാറ്റി വെച്ചേക്കുന്ന ആ ഓയിലുണ്ടല്ലോ, അത് ഈ ഒരു 1 ലെയറിൻ്റെ ആ പുറത്തേക്ക് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയർ നമുക്ക് ബാക്കിയുള്ള അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കളറിന് വേണ്ടിയിട്ട് പാലിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടതാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത്, അപ്പം മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള മാറ്റി വെച്ചേക്കുന്ന ഓയിലും കൂടി ഇതിന് പുറത്തേക്ക് മൊത്തം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 പച്ചമുളകും കൂടി എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്കിത് തുറന്നിട്ട് ഈ റൈസ് എല്ലാം കൂടി ഒരു സൈഡിലേക്ക് മാറ്റി ഇതിനകടി കിടക്കുന്ന ചിക്കൻ എല്ലാം നമുക്ക് മാറ്റി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് റൈസ് ഈ ഒരു മസാലയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ അതിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മന്തി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ, ഒരു പാത്രത്തിലേക്ക് കുറച്ച് മയണൈസും നമ്മുടെ തക്കാളി ചട്നിയും കൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കഴിക്കുക. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടും. എന്താണേലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്.